अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। ഇന്ന് നവവർഷത്തിന്റെ ആദ്യ ദിവസമാണ്. അത് അനുഗ്രഹീത ജുമയോടുകൂടിയാണ് പ്രാരംഭം കുറിക്കുന്നത്. മുമ്പുള്ളതുപോലെ തന്നെ പുതുവർഷം ആരംഭിക്കുമ്പോൾ നാം പരസ്പരം ആശംസകൾ അർപ്പിക്കുന്നു. എനിക്കും പുതുവത്സരാശംസകൾ നൽകിക്കൊണ്ട് സന്ദേശങ്ങൾ ജമാഅത്തംഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും മറ്റുള്ളവർക്ക് ആശംസകൾ നൽകുന്നുണ്ടാവാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ അഥവാ വികസിത രാജ്യങ്ങളെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ പുതുവർഷാരംഭത്തിലെ രാത്രി മുഴുവൻ രാത്രിയും ബഹളത്തിലും മദ്യപാനത്തിലും വെടിക്കെട്ടും പടക്കങ്ങളും പൊട്ടിച്ച് അതിന് ഫയർവാർ എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളിലും പുതുവർഷത്തെ ഇതുപോലെ തന്നെയാണ് വരവേൽക്കുന്നത്. ദുബൈയിൽ നിന്ന് ഇതുപോലുള്ള ഫയർവാറിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം അറിയുകയുണ്ടായി. എവിടെയായിരുന്നു ഈ എല്ലാവിധ തമാശകളും നടത്തേണ്ടിയിരുന്നത്? അതിനടുത്തായി 63 നില കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായതായി കാണിക്കുകയുണ്ടായി. അതിശക്തമായ തീപിടുത്തമുണ്ടായി. എന്നാൽ TV-യിൽ പല തവണകളായി അറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നത് ഇത് കാരണം, അതായത് ഈ കെട്ടിടത്തിൽ തീപിടിച്ചത് മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, നാം അതിന് മുമ്പിൽ തന്നെ സമീപത്ത് പരിപാടികളുടെ അടിസ്ഥാനത്തിൽ തന്നെ വെടിക്കെട്ട് അഥവാ ഫയർവാർ നടത്തുന്നതാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാകുന്നതല്ല, ആഘോഷിക്കുന്നതാണ്. ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ അധികവും വളരെ മോശമാണ്. എന്നിരുന്നാലും ഇത് ഒരു തരത്തിലുള്ള വെളിപ്പെടുത്തലാണ്. അതും ഭൗതികതയുടെ വെളിപ്പെടുത്തലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുണ്ടായത്. അവരുടെ പക്കൽ പണമുണ്ട്. അവിടെ ഒരു പക്ഷേ അഗ്നിബാധ ഉണ്ടായില്ലെങ്കിൽ തന്നെയും ആ അവസരത്തിലും ഈ ധനവാന്മാരായ മുസ്ലിം രാജ്യങ്ങൾ ഞങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ പണം നശിപ്പിക്കുന്നതിന് പകരമായി ആപത്തിൽപ്പെട്ട മറ്റ് മുസ്ലിങ്ങളെ സഹായിക്കുന്നതാണെന്ന വിളംബരമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ സ്വന്തം അധ്യാപനങ്ങൾ മറന്നുകൊണ്ട് ഇവരുടെ അവസ്ഥ ഇപ്രകാരമാണ്. കുറച്ച് ദിവസം മുമ്പ് ദുബായിൽ നിന്ന് ഒരു വാർത്ത വന്നു. അവരുടെ ഏറ്റവും വലിയ ഹോട്ടലിൽ, അതിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചുവെന്ന്. അതിന്റെ മൂല്യം
$11 മില്യൺ കണക്കാക്കപ്പെടുന്നത്. ഇതാണ് പണക്കാരായ മുസ്ലിം രാജ്യങ്ങളുടെ രീതിയായി മാറിയിരിക്കുന്നത്. എന്നാൽ അഹമ്മദികളിൽ നിന്ന് ഒരുപാട് പേർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ തങ്ങളുടെ രാത്രികളെ ആരാധനയ്ക്കായി വിനിയോഗിച്ചു. അല്ലെങ്കിൽ രാവിലെ പെട്ടെന്നുണർന്ന് നഫൽ നമസ്കരിച്ചുകൊണ്ട് പുതുവർഷത്തിന്റെ ആദ്യ ദിവസം തുടങ്ങിവെച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ ജമാഅത്തായി തഹജ്ജുദ് നമസ്കരിച്ചു. എന്നാൽ ഇതെല്ലാമായിരുന്നിട്ട് കൂടി ഈ മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മൾ അമുസ്ലിങ്ങളാണ്. ഈ തമാശകളും വെടിക്കെട്ട് നടത്തുന്നവർ, അന്യമതത്തിലെ ആചാരങ്ങൾ വളരെ കരുതലോടെ നിർവഹിക്കുന്നവർ, ഇവർ മുസ്ലിങ്ങളാണ്. എന്തു തന്നെ ആയാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്. നമുക്ക് യാതൊരു സാക്ഷ്യപത്രത്തിന്റെയും ആവശ്യമില്ല. ഞങ്ങൾ ഏതെങ്കിലും സാക്ഷ്യപത്രത്തിന്റെ അവകാശക്കാരാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ടുള്ള സാക്ഷ്യപാത്രം കരസ്ഥമാക്കുന്നതാണ്. എന്നാൽ അതിനായി വർഷത്തിന്റെ ആദ്യ ദിവസം വ്യക്തിപരമായോ ജമാഅത്തായോ തഹജ്ജുദ് നമസ്കരിച്ചു എന്നത് മാത്രം മതിയായതല്ല. അല്ലെങ്കിൽ സദക്ക നൽകിയാൽ പോരാ, അല്ലെങ്കിൽ നന്മയുടെ മറ്റു പല കാര്യങ്ങളും നിർവഹിച്ചാൽ പോരാ. ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് നമ്മെ അവകാശിയാക്കുകയില്ല. തീർച്ചയായും ഈ നന്മകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നതായി മാറുന്നവ തന്നെയാണ്. എന്നാൽ അതിൽ ഒരു അടിയുറപ്പുണ്ടായിരിക്കണം. അള്ളാഹു ശാശ്വതമായ നന്മകളാണ് തന്റെ ദാസനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അള്ളാഹു ആഗ്രഹിക്കുന്നത് തന്റെ ദാസൻ തന്റെ കൽപ്പനകളിൽ സ്ഥിരതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ്. നന്മകൾ നിർവഹിക്കുന്നവരായിരിക്കണം. നമസ്കാരം, തഹജ്ജുദ് എന്നിവയോടൊപ്പം ഹൃദയത്തിൽ ഒരു പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോഴായിരിക്കും അള്ളാഹു തൃപ്തനാകുക. ഏതു തരത്തിലുള്ള നന്മയാണെങ്കിലും ശരി, അത് 1-2 ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ അത് നന്മ ആയിരിക്കുകയില്ല. നാം ചിന്തിക്കേണ്ടത് ഏതു തരത്തിലുള്ള കർമ്മമാണ് അല്ലെങ്കിൽ രീതിയാണ് നാം സ്വായത്തമാക്കേണ്ടത്. സ്വായത്തമാക്കേണ്ടത് എന്താണ്? അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അവകാശിയായി തീരുകയും വേണം. അതിനായി ഞാൻ ഇന്ന് കാലഘട്ടത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അയക്കപ്പെട്ട ദൈവികദാസന്റെ ചില ഉപദേശങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വിവിധ സന്ദർഭങ്ങളിൽ തന്റെ ജമാഅത്തിന് നൽകിയവയാണ്. അതുമൂലം അടി ഉറച്ച പ്രകൃതവും അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീണ്ട ശ്രമവും ഉണ്ടായിത്തീരുന്നതാണ്. ഈ കാര്യങ്ങളാണ് വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ മാത്രമല്ല, മറിച്ച് വർഷത്തിലെ 12 മാസവും 365 ദിവസവും അനുഗ്രഹീത പൂർണ്ണമാക്കി തീർക്കുന്നത്. നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ഇനി ലോകത്തിന്റെ അവസ്ഥ നോക്കുക. നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കർമ്മം കൊണ്ട് എന്റെ മരണവും എന്റെ ജീവിതവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണെന്ന് കാണിക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളുണ്ട്. ആരോടെങ്കിലും നീ മുസ്ലിമാണോ എന്ന് ചോദിക്കുന്ന പക്ഷം പറയുന്നതാണ് അൽഹംദുലില്ലാ. ആരുടെ കലിമയാണ് ചൊല്ലുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എന്നാൽ ഇവർ ഭൗതിക ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന് പകരമായി പറയുന്നു ഭൗതിക ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഭൗതിക ലോകത്തിന് വേണ്ടി മരിക്കുന്നു.
ഗദ്ഗതം ഉണ്ടാകുന്നവരെ, അതായത് മരണം ആസന്നമാകുന്നവരെ അവരുടെ ലക്ഷ്യവും ആവശ്യവും പ്രിയങ്കരവുമായിരിക്കുന്നത് ഈ ലൗകിക ലോകമായിരിക്കും. പിന്നീട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നുവെന്ന് എപ്രകാരം ഇവർക്ക് പറയാൻ സാധിക്കും? പറയുന്നു, ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിനെ വെറും ഉപരിവിപ്ലവമായി കാണരുത്. മുസ്ലിമായി തീരുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള അനുസരണവും ഇസ്ലാമിന്റെ മാതൃകയും ഏതുവരെ ഉള്ളിലുണ്ടാക്കിയെടുക്കുന്നില്ലയോ അതുവരെ തൃപ്തി ഉണ്ടാകരുത്. ഇത് വെറും പുറന്തോട് മാത്രമാണ്. വെറും മുസ്ലിം എന്ന വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുകയോ പിൻപറ്റുകയോ ചെയ്യുന്നില്ലെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പറയുന്നു വെറും പുറന്തോടിൽ സന്തോഷിക്കുക എന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല. ഈ പിൻപറ്റൽ ഉണ്ടാകുന്നില്ല എങ്കിൽ അത് വെറും പുറന്തോടാണ്. പറയുന്നു, ഒരു യഹൂദിയോട് ഒരു മുസ്ലിം പറയുകയുണ്ടായി, നീ മുസ്ലിമായി തീരുക. അയാൾ പറഞ്ഞു, നീ വെറും പേരിൽ മാത്രം സന്തോഷിക്കരുത്. യഹൂദ് പറയുന്നു, ഞാൻ എൻ്റെ മകന് ഖാലിദ് എന്ന് പേരിട്ടു, എന്നാൽ വൈകുന്നേരമാകുന്നതിന് മുമ്പായി തന്നെ അവനെ മറവാടി. ഖാലിദിന്റെ അർത്ഥം നീണ്ട ആയുസ്സുള്ളവൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നവരെന്നാണ്. എന്നാൽ ഈ പേര് മൂലം അവന് ആയുസ് ലഭിച്ചില്ല. അവന്റെ ആയുസ് ഒരു ദിവസം പോലും നിലനിന്നില്ല. പറയുന്നു, യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുക. വെറും പേരിൽ മാത്രം തൃപ്തി ഉണ്ടാകരുത്. എത്രമാത്രം ലജ്ജാവഹമാണ് ഒരു മനുഷ്യൻ മഹാനായ പ്രവാചകന്റെ ഉമ്മത്താണെന്ന് പറയുകയും എന്നാൽ അവിശ്വാസികളെ പോലെ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മാതൃക കാണിക്കുക, ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നോക്കുക, ആ അവസ്ഥ ഇല്ലായെങ്കിൽ നിങ്ങൾ താബൂത്തിനെ പിൻപറ്റുന്നവരാണ്. ശൈത്താന്റെ പുറകെയാണ് നിങ്ങൾ പോകുന്നത്. ചുരുക്കത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാവുന്നതാണ്. അതായത് അള്ളാഹുവിന് പ്രിയങ്കരമായി തീരുക എന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യമായി തീരേണ്ടത്. കാരണം ഏതുവരെ അള്ളാഹുവിന് പ്രിയങ്കരനായി തീരുന്നില്ലയോ, ദൈവിക സ്നേഹം ലഭിക്കുന്നില്ലയോ, അതുവരെ വിജയകരമായ ജീവിതം കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നതല്ല. ഈ കാര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സത്യസന്ധമായ അനുസരണവും ബന്ധവും ഉണ്ടാകുന്നില്ല എങ്കിൽ, ഏതൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ കർമ്മങ്ങളിലൂടെ ഇസ്ലാം എന്ന് കാണിച്ചത്, ആ ഇസ്ലാം നിങ്ങൾ ഉള്ളിൽ സൃഷ്ടിക്കുക. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രിയങ്കരായി തീരുന്നതാണ്. ഇസ്ലാം ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്ന് തടയുന്നില്ല. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കണം എന്ന് അനുശാസിക്കുന്നു. ഇത് സംബന്ധമായി സയ്യിദുനാ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാം സന്യാസത്തിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു. ഇത് ദുർബലരുടെ ജോലിയാണ്. വിശ്വാസിക്ക് ഭൗതിക ലോകത്തിലുണ്ടാകുന്ന വിശാലമായ ബന്ധം ഉന്നത പദവി കരസ്ഥമാക്കുവാനുള്ള മാർഗമായി തീരുന്നു. കാരണം അവന്റെ യഥാർത്ഥ ലക്ഷ്യം ദീൻ മാത്രമായിരിക്കും. ദുനിയാവും അതിലെ സമ്പത്തും ദീനിന്റെ സേവകരായിത്തീരും. അതിനാൽ യഥാർത്ഥ വസ്തുത എന്നത് ദുനിയാവ് തന്റെ ജീവിത ലക്ഷ്യമാക്കി വെക്കരുത്. മറിച്ച് ദുനിയാവ് പ്രാപിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം ദീനായിരിക്കണം. ദീനിന്റെ സേവകൻ എന്ന നിലയിലായിരിക്കണം ദുനിയാവിനെ സ്വായത്തമാക്കേണ്ടത്. ഏതുപോലൊരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി യാത്രയ്ക്കായി സവാരി സാധന സാമഗ്രികൾ കൂടെ കൂട്ടുന്നു, അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ്. അതല്ലാതെ സവാരിയോ സാധന സാമഗ്രിയോ ആയിരിക്കുകയില്ല. ഈ രീതിയിൽ മനുഷ്യൻ ദുനിയാവിനെ ദീനിന്റെ സേവകനാക്കിക്കൊണ്ട് സ്വായത്തമാക്കുക. പറയുന്നു, റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസനത്തം വഫിൽ ആഖിറതി ഹസന. അല്ലാഹു നൽകിയ അധ്യാപനം ഇതാണ്, റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസനത്തം വഫിൽ ആഖിറതി ഹസനത്തൻ. ഇതിലും ദുനിയാവിനെയാണ് മുന്തിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഏത് ദുനിയാവാണ്? ഹസനത്ത ദുനിയ. അത് ആഖിറത്തിൽ ലഭിക്കുന്ന ഹസനത്തിന് കാരണമായിരിക്കണം. ഇവിടെ മുന്നിൽ വെച്ച ദുനിയാവിലെ ഹസനാത്ത് സ്വായത്തമാക്കുക എന്നാണ്. എന്നാൽ ആ ദുനിയാവ് ആഖിറത്തിൽ ലഭിക്കുന്ന ഹസനാത്തിന് കാരണമായിരിക്കണം. ഈ ദുആയിലുള്ള അധ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്, വിശ്വാസി ദുനിയാവ് സമ്പാദിക്കുമ്പോഴും തന്റെ ആഖിറത്തിലെ ഹസനാത്തിനെ കുറിച്ച് ഓർമ്മ വെക്കേണ്ടതാണ്. ഹസനാത്തെ ദുനിയ എന്ന പദത്തിൽ എല്ലാവിധ നല്ല മാർഗങ്ങളിലൂടെ ദുനിയാവിനെ സമ്പാദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു വിശ്വാസിയായ മുസ്ലിമിന് ഈ ലോകത്തെ സമ്പാദിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കേണ്ടതാണെന്ന് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതൊന്ന് നല്ലതും ഗുണവുമായി മാറുന്നത് ആ മാർഗങ്ങൾ ദുനിയാവ് സമ്പാദിക്കുന്നതിനായി ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുന്ന മാർഗമല്ല അതിനായി ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനത്തിനും ലജ്ജയ്ക്കും കാരണമായിത്തീരുന്നതും ആയിരിക്കരുത്. അങ്ങനെയെങ്കിൽ ഈ ലോകം ആഖിറത്തിലെ ഹസനാത്തിന് കാരണമായി തീരുന്നതാണ്. നാം അന്വേഷിക്കേണ്ട ഭൗതിക ലോകത്തെക്കുറിച്ച് പറയുന്നു. അതുമൂലം മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാവാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടിനും ലജ്ജയ്ക്കും കാരണമായി തീരരുത്. എങ്കിൽ അത്തരത്തിലുള്ള ദുനിയാവ് അത് ആഖിറത്തിലെ ഹസനാത്തിന് കാരണമായി തീരും. അത്തരത്തിലുള്ള ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പിന്നീട് പറയുന്നു, നരകം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു നരകം അത് മരിച്ചതിന് ശേഷമുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മറ്റൊന്ന് ഈ ജീവിതവും അള്ളാഹുവിനു വേണ്ടി ഉള്ളതല്ലെങ്കിൽ അതും നരകമാണ്. ഇതിൽ ഹസനാത്തില്ലെങ്കിൽ പിന്നെ ദുനിയാവും നരകമായി തീരുന്നതാണ്. പറയുന്നു, അള്ളാഹു അത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കുകയില്ല. പറയുന്നു, ഭൗതിക സമ്പത്തോ അധികാരമോ ധനമോ അന്തസ്സോ സന്താനങ്ങളുടെ അംഗസംഖ്യയോ ഒരു മനുഷ്യന് സമാധാനത്തിനും സംതൃപ്തിക്കും കാരണമായി തീരുകയില്ല. അത് സ്വർഗത്തിലെ മൂല്യങ്ങളാണെന്നു, അതായത് ഈ ലോകത്ത് അത് സ്വർഗമാക്കുന്നു. എന്നാൽ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. സ്വർഗത്തിലെ സമ്മാനങ്ങളായ സമാധാനവും സംപ്രീതിയും സംതൃപ്തിയും അവ ഇതിലൂടെ ലഭിക്കുന്നതില്ല. അത് അള്ളാഹുവിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോഴാണ് ലഭിക്കുക. അതിനായി പ്രവാചകന്മാരിൽ പ്രധാനമായും ഇബ്രാഹിം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വസീയത്ത് പ്രകാരമാണ്, ലാ തമൂത്തുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ. ഭൗതിക ആനന്ദങ്ങൾ ഒരു തരത്തിലുള്ള മലീമസമായ സ്മരണ സൃഷ്ടിച്ച് ദുനിയാവിന്റെ ആവശ്യകതയും ദാഹവും വർദ്ധിപ്പിക്കുന്നതാണ്. ഭൗതിക ആനന്ദങ്ങൾ ഒരു സ്മരണയുണ്ടാക്കുന്നു. അത് രോഗം മൂലം ദാഹത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ വർദ്ധിപ്പിക്കുന്നു. രോഗം പിടിപെട്ട രോഗിയെപ്പോലെ ആ ദാഹം ഒരിക്കലും ശമിക്കുന്നതല്ല. അതുമൂലം അവൻ മരണമടയുന്നതാണ്. ഈ നിർജീവമായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും അഗ്നി ഈ വചനത്തിൽ പറയപ്പെട്ട അഗ്നിക്ക് തുല്യമാണ്. അത് മനുഷ്യ മനസ്സിന് സമാധാനം നൽകിയില്ല. അത് അവന്റെ ജീവിതത്തിൽ ഒരുതരം അസ്വസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പറയുന്നു, അതിനാൽ എന്റെ സുഹൃത്തുക്കളുടെ ദൃഷ്ടിയിൽ, അതായത് അഹമ്മദികളുടെ ദൃഷ്ടിയിൽ ഒരിക്കലും ഈ കാര്യം മറഞ്ഞിരിക്കാൻ പാടില്ല. മനുഷ്യൻ ധനത്തിലും സമ്പത്തിലും സൗന്ദര്യത്തിലും സന്താനത്തിലും സ്നേഹ ആവേശത്താൽ അള്ളാഹുവിലും അതിന് ഇടയിൽ ഒരു മറ ഉണ്ടാകുമാറ് ഉന്മത്തരായി മാറാൻ പാടില്ല. അതായത് അള്ളാഹുമായുള്ള ബന്ധം അവസാനിക്കുന്ന തരത്തിൽ ദൂരമുണ്ടാകാൻ പാടില്ല. പിന്നീട് അവിടുന്ന് പറയുന്നു, എന്റെ ഹൃദയത്തിൽ വന്ന ഒരു കാര്യം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ നിന്ന് വ്യക്തമാകുന്നത് മനുഷ്യൻ തന്റെ അകത്ത് ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതായത് അള്ളാഹുവിൽ എല്ലാ ഗുണങ്ങളും ചൈതന്യം പ്രകടിപ്പിക്കുന്നു. അവൻ റബ്ബുൽ ആലമീനാണ്. അതായത് സർവ്വലോകത്തിലും ബീജത്തിലും രക്തപിണ്ഡത്തിലും മുതലായ എല്ലാ പ്രപഞ്ചത്തിലും അവൻ പരിപാലകനാണ്. പിന്നീട് റഹ്മാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. പിന്നീട് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ ആരാധനയിൽ റബൂബിയത്ത്, റഹ്മാനിയത്ത്, റഹീമിയത്ത്, മാലിക്കിയത്ത് എന്നീ ഗുണങ്ങളുടെ ചൈതന്യം മനുഷ്യൻ തന്റെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടതാണ്. ഈ അള്ളാഹുവിന്റെ ഗുണങ്ങൾ അത് തങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. പറയുന്നു, മനുഷ്യന്റെ പൂർണ്ണത എന്നത് തഖല്ലഖു ബിൽ അഖ്ലാഖില്ല, അള്ളാഹുവിന്റെ, അതായത് അള്ളാഹുവിന്റെ വർണ്ണത്തിൽ വർണ്ണശബളമായി തീരുക, ആ ഗുണങ്ങളെ സ്വായത്തമാക്കുക. ഈ സ്ഥാനത്ത് എത്തിച്ചേരുവോളം ക്ഷീണിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യരുത്. അതിനുശേഷം ഒരു ആകർഷണവും ഒരു ആഗീകരണവും ഉണ്ടായിത്തീരുന്നതാണ്. അത് ദൈവിക ആരാധനയിലേക്ക് അവനെ കൊണ്ടുപോകുന്നതാണ്. ഈ അവസ്ഥയും ഗുണമുണ്ടായിത്തീർന്നാൽ പിന്നെ ദൈവിക ആരാധനയിലേക്ക് ശ്രദ്ധ തിരിയുന്നതാണ്. ദൈവിക ആരാധന മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. പിന്നെ
യഫ്അലൂന മാ യഅ്മുറൂൻ എന്ന അവസ്ഥ അവരിൽ സംജാതമാകുന്നതാണ്. ഇത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല, അതിനാൽ എപ്പോഴും മരണത്തെ മുന്നിൽ വെക്കുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും മനുഷ്യൻ ഈ ഗുണഗണങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുന്നത്. പറയുന്നു, ലുഹർ മുതൽ അസർ വരെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എല്ലാ അവസരങ്ങളിൽ ഒറ്റ നിമിഷത്തിൽ തന്നെ രക്തം നിലച്ച് ജീവൻ പുറപ്പെട്ടു പോകുന്നതാണ്. ചിലപ്പോൾ ആരോഗ്യവാനായ മനുഷ്യൻ മരിച്ചു വീഴുന്നു. ഒരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, വസീർ മുഹമ്മദ് ഹസൻ സാഹിബ് എന്നൊരാളുണ്ടായിരുന്നു. ശുദ്ധവായു ശ്വസിച്ചു വന്നതാണ്. സന്തോഷത്തോടെ പടികൾ കയറാൻ തുടങ്ങി. 1-2 പടികൾ കയറിയപ്പോൾ തലചുറ്റൽ വന്നു. അവിടെ ഇരുന്നു. വേലക്കാരനെ സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വേണ്ട. പിന്നെ 2-3 പടി കയറി വീണ്ടും തല ചുറ്റലുണ്ടായി. അതോടെ മരണം സംഭവിച്ചു. പറയുന്നു, ഇതുപോലെ മറ്റൊരാളുടെ സംഭവം പറയുന്നു. ഗുലാം മുഹിയുദ്ദീൻ കൗൺസിൽ കശ്മീരിന്റെ അംഗമായിരുന്നു. പെട്ടെന്ന് മരണപ്പെട്ടു. ചുരുക്കത്തിൽ മരണം വരുന്ന സമയം നമുക്കറിയുന്നതല്ല, എപ്പോഴാണ് വരിക. അതിനാൽ അതിനെ സംബന്ധിച്ച് വിസ്മരിക്കാൻ പാടുള്ളതല്ല. ദീനിനെ കുറിച്ചുള്ള ആവലാതി വളരെ വലിയ കാര്യമാണ്. അത് മരണത്തിനെതിരിൽ വിടവ് സൃഷ്ടിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു, ഇന്ന സൽസലത്ത സാഅത്തി ഷൈഉൻ അസീം. സാഅത്ത് എന്നതിന്റെ വിവക്ഷ കിയാമത്ത് എന്നുണ്ട്. അതിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ഇതിന് മനുഷ്യന്റെ മരണം എന്നും ഉദ്ദേശമുണ്ട്. അത് ആയുസിന്റെ പരസമാപ്തിയെ കുറിക്കുന്നതാണ്. തന്റെ പ്രിയങ്കരമായ വസ്തുക്കളിൽ നിന്ന് നിമിഷമാത്രയിൽ മനുഷ്യൻ അകൽച്ച പാലിക്കുന്നു. ഒരു അസാധാരണമായ ഭൂകമ്പമാണ് അവനിൽ പ്രകടമാകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം അവസ്ഥയിൽ മരണം സംഭവിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസാധാരണ വേദനയുണ്ടാകുന്നു. അതിനാൽ മനുഷ്യന്റെ എല്ലാവിധ കാര്യങ്ങളിലും മരണത്തെ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. മരണം അടുത്തെത്തിയെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയായെന്ന് ചിന്തിക്കുക. യഥാർത്ഥ വസ്തുത ഇതാണ്. ഇത് വളരെ വലിയ കാര്യമാണ്. എപ്പോഴും ഇത് മുന്നിൽ വെക്കുക. യുക്തി എന്നത് മരണത്തെ മുന്നിൽ വെക്കുക എന്നതാണ്. ലോകവും അതിലെ വസ്തുക്കളും ഈ അവസാന ശ്വാസത്തിൽ വേർപാടിന്റെ സമയത്ത് വേദന ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രിയം അവരിൽ ഉണ്ടാകാതിരിക്കുക. ഇത് ഓർമ്മയുണ്ടായാൽ മനുഷ്യൻ നന്മ ചെയ്യാൻ ആരംഭിക്കുന്നതാണ്. അനാവശ്യമായ തമാശകളിൽ പണം ചെലവഴിക്കുകയോ സമയം പാഴാക്കുകയോ ചെയ്യുകയില്ല. അനാവശ്യ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഇവകൾ നഷ്ടപ്പെടുത്തുകയുമില്ല. പരിശുദ്ധ മാറ്റമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, നിർഭയരായി ഒരിക്കലും ഇരിക്കരുത്. ഇസ്തിഗ്ഫാറിലും ദുആയിലും മുഴുകുക. ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കുക. ഇനി അശ്രദ്ധരായിരിക്കാനുള്ള സമയമല്ല. നഫ്സ് താൽക്കാലിക സമാധാനം നൽകി മനുഷ്യനെ വഞ്ചിക്കുന്നു. അതായത് നിന്റെ ആയുസ് നീണ്ടതാണ്, മരണം സമീപത്താണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അസ്തിത്വം സത്യമാണ്. അക്രമത്തിന്റെ മാർഗത്തിലൂടെ അള്ളാഹുവിലുള്ള അവകാശം മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ അവർ നാശത്തിന്റെ മുഖം ദർശിക്കുന്നതാണ്. പറയുന്നു, ഏതുപോലെ സൂറ ഫാത്തിഹയിൽ 3 വിഭാഗത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ 3 തരത്തിലുള്ള രുചിയും അനുഭവിക്കുന്നതാണ്. അതിൽ അവസാനമുള്ളവർ ആദ്യമായി ഗണിക്കപ്പെടുന്നു. അതായത് ലാലീൻ. ഇസ്ലാം എന്നതിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് ആദ്യം സംഭവിച്ചു. ഇതിനായി ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, ഇസ്ലാം എന്നത് ഒരാൾ മുർത്തതായി കഴിഞ്ഞാൽ പിന്നെ കിയാമത്ത് ആണ് ഉണ്ടായിത്തീരുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ലക്ഷമാളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. സ്വയം മലീമസമായിക്കൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച കാരണത്താൽ ഇവർ സ്വയം അശുദ്ധരായിത്തീർന്നു. ഈ അശുദ്ധിയെ സംബന്ധിച്ച് സ്വയം ഒരു തിരിച്ചറിവില്ലാതെ ഇവർ പരിശുദ്ധ വ്യക്തികളെ ചീത്ത വിളിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആക്ഷേപിക്കുന്നു. പിന്നീട് പറയുന്നു, മൗലൂബിന് ഉദാഹരണം പ്ലേഗിലൂടെ കാണിക്കപ്പെടുന്നു. ഈ പ്ലേഗും ഒരു ദുരന്തമാണ്. അള്ളാഹുവിന്റെ കോപം ആരുടെ മേലാണ്? അവരിലാണ് ഇത് അവതരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും കൊടുങ്കാറ്റ്, ഭൂകമ്പങ്ങൾ
മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഇവയിൽ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപമാണ് അവതരിക്കുന്നതെന്ന് മനസ്സിലാകുന്നതാണ്. ഈ കാര്യങ്ങളാണ് പിന്നീട് മനുഷ്യൻ അള്ളാഹുവിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് കുനിയുന്നതിനും ഈ ആപത്തിൽ നിന്ന് രക്ഷ നേടണം എന്ന വികാരമുണ്ടാകുന്നതും പറയുന്നു. ഇതിനുശേഷം അൻ അംദ അലൈഹിം എന്ന ഗ്രൂപ്പാണ്. ഇതൊരു നിയമമാണ്. അതുപോലെ അള്ളാഹുവിന്റെ പുരാതനമായ ചര്യമാണ്. എപ്പോഴാണ് ഏതെങ്കിലും സമൂഹത്തെ അഭിമുഖീകരിച്ച് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയപ്പെടുന്നത്, അതിൽ ഒരു വിഭാഗം തീർച്ചയായും അള്ളാഹു പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുന്നതാണ്. മുൻ സമൂഹത്തിൽ അള്ളാഹു പറയുന്നു, എപ്പോഴെങ്കിലും അള്ളാഹു പറയുന്നു ഇക്കാര്യം ചെയ്യരുതെന്ന്, അതിനർത്ഥം ജനങ്ങൾ അത് ചെയ്യുന്നതാണ്. ആദ്യം മുന്നറിയിപ്പ് അള്ളാഹു നൽകുന്നു, നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കുന്നതാണ്. പറയുന്നു, ഏതെങ്കിലും ഒരു സമൂഹത്തെ അവരോട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറയപ്പെടുകയും പിന്നീട് അത് അവർ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തെ ഒന്ന് കാണിക്കാമോ? അതായത് ഏതെങ്കിലും ഒരു സമൂഹത്തോട് അത് ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ അവർ അത് തീർച്ചയായും ചെയ്യുന്നതാണ്. അള്ളാഹു യഹൂദികളോട് പറഞ്ഞു ബൈബിളിൽ, അതായത് തൗറാത്തിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കരുത്, എന്നാൽ അവർ അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കി. ഖുർആനെ സംബന്ധിച്ച് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കരുതെന്ന് പറയപ്പെട്ടിട്ടില്ല. മറിച്ച് പറയപ്പെട്ടത് ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. ചുരുക്കത്തിൽ അള്ളാഹു അൻ അംദ അലൈഹിം എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നതിനായി ദുആയിൽ മുഴുകുക. അതിനാൽ അൻ അംദ അലൈഹിം എന്ന ഗ്രൂപ്പിൽ ചേരുന്നതിനായി ദുആയുടെ ആവശ്യമാണുള്ളത്. തുടർച്ചയായുള്ള ദുആയുടെ ആവശ്യമാണുള്ളത്. 1-2 ദിവസത്തെ ദുആ അല്ല. പിന്നീട് പരിശുദ്ധ മാറ്റം ആഖിറത്തെ സംബന്ധിച്ചുള്ള വിചാരം തഖ്വയിലൂടെയാണ് ഉണ്ടാകുക. തഖ്വയാണ് മനുഷ്യനെ ആഖിറത്തിലേക്ക് തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, തഖ്വ ഉള്ളവരിൽ അള്ളാഹുവിന്റെ ഒരു പ്രഭാവം ഉണ്ടാകുന്നതാണ്. അവർ അള്ളാഹുവിന്റെ തണലിലായിരിക്കും ഉണ്ടാകുക. അതിനായി തഖ്വ ആത്മാർത്ഥപൂർണമായിരിക്കണം. അതിൽ ഷെയ്ത്താൻ ഒരു തരത്തിലുള്ള പങ്കുമുണ്ടാവാൻ പാടില്ല. കാരണം ഷിർക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതിനാൽ കുറച്ച് പങ്ക് ഷെയ്ത്താൻ ഉണ്ടെങ്കിൽ അള്ളാഹു പറയുന്നതാണ് ബാക്കി മുഴുവനും ഷെയ്ത്താന്റേതാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർക്ക് വിഷമം ഉണ്ടാക്കുന്നത് ദൈവിക ഹിതപ്രകാരമാണ് ഉണ്ടാകുക. അള്ളാഹുവിന്റെ പ്രിയദാസർക്കും പരീക്ഷണവും ദുഃഖവും ഉണ്ടാകുന്നതാണ്. എന്നാൽ അത് അള്ളാഹുവിന്റെ താല്പര്യപ്രകാരമാണ് ഉണ്ടാവുക. മുഴുവൻ ലോകവും ഒത്തു ചേർന്നുകൊണ്ട് ചെറിയ നിലയിൽ പോലും ഇവരെ വിഷമിപ്പിക്കാൻ സാധിക്കുന്നതല്ല. പറയുന്നു, കാരണം ലോകത്തൊരു മാതൃക ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്, ഇക്കാര്യത്തിനായാണ്, അതായത് ദൈവിക മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിന്റെ മാതൃകയും അവർ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. മറിച്ച് അള്ളാഹു പറയുന്നത്, എന്റെ വലിയുടെ ആത്മാവ് പിടികൂടുന്നതിൽ പകരം വിഷമമേറിയ മറ്റൊരു കാര്യമില്ല എന്നാണ്. അള്ളാഹു തന്റെ വലിക്ക് വഫാത്തുണ്ടാകുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. തന്റെ വലിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ആവശ്യത്തിന്റെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രയാസം നൽകപ്പെടുന്നു. അതിൽ അവർക്കായി യഥാർത്ഥത്തിൽ നന്മയുണ്ട്. കാരണം അവരുടെ ധാർമ്മിക ഗുണങ്ങൾ വെളിപ്പെടുന്നതാണ്. വിഷമം നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതിന് പകരമായി അവരുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ ഈ വിഷമത്തിലൂടെ വെളിപ്പെടുന്നതാണ്. പറയുന്നു, നബിമാർക്കും ഔലിയാക്കൾക്കും നൽകപ്പെടുന്ന ശിക്ഷകളിൽ അള്ളാഹുവിന്റെ ശിക്ഷയോ നീരസമോ ഉണ്ടായിരിക്കുന്നതല്ല. മറിച്ച് നബിമാർ ധൈര്യത്തിന്റെ ഒരു മാതൃക കാണിക്കുന്നു. അള്ളാഹുവിന് ഇസ്ലാമിനോട് യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉഹദ് യുദ്ധാവസരത്തിൽ നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായി. അതിലൊരു നിഗൂഢതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ധൈര്യം വെളിപ്പെടുത്തുക എന്നതായിരുന്നു അത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-കണക്കിന് എതിരാളികൾക്ക് മുന്നിലായിക്കൊണ്ട് ഏകനായ നിലയുറച്ചു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഇത്തരത്തിൽ മാതൃക കാണിക്കാൻ മറ്റൊരു നബിക്കും അവസരം ലഭിച്ചില്ല. പറയുന്നു, നാം നമ്മുടെ ജമാഅത്തിനോട് പറയുകയാണ്, നമസ്കാരത്തിലും നോമ്പിലും മാത്രം തൃപ്തി അടയുന്നവരായി മാറരുത്. വലിയ വലിയ പാപങ്ങൾ, അതായത് വ്യഭിചാരം, മോഷണം എന്നിവ ചെയ്യുന്നില്ല എന്ന് കരുതി ഇരിക്കരുത്. ഈ പ്രത്യേകതയിൽ മറ്റുള്ളവരും അതുപോലെ മുശ്രിക്കുകളും ഉൾപ്പെടുന്നു. മുശ്രിക്കുകളിൽ ഒരുപാട് പേർ നന്മകൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ ധാർമ്മിക അവസ്ഥയും വളരെ നല്ലതാണ്. പറയുന്നു, തഖ്വയുടെ
വിഷയം അതിസൂക്ഷ്മമാണ്. അതിനെ സ്വായത്തമാക്കുക, അള്ളാഹുവിന്റെ മഹത്വത്തെ ഹൃദയത്തിൽ കുടിയിരുത്തുക. ആരുടെയെങ്കിലും കർമ്മത്തിൽ സ്വാർത്ഥതയുണ്ടായാൽ അത് അള്ളാഹു തിരിച്ച് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതാണ്. മുത്തക്കി ആകുക എന്നത് വളരെ പ്രയാസമാണ്. ഉദാഹരണമായി ആരെങ്കിലും നിന്നോട് പറയുകയാണ്, അവിടുന്ന് ഉദാഹരണം നൽകുകയാണ്, നീ പേന മോഷ്ടിച്ചിരിക്കുന്നു, നീ കോപം കാണിക്കുന്നു. ആരുടെയെങ്കിലും മേൽ കള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ, വളരെ ചെറിയ ആരോപണമാണെങ്കിലും, ഞാനിവിടെ പേന വെച്ചിരുന്നു, നീ ആണ് അത് എടുത്തിരിക്കുന്നത്, ഇതിൽ മറ്റേയാൾ കോപിക്കുന്നതാണ്. കോപമുണ്ടാകാൻ കാരണമെന്താണ്? പറയുന്നു, നിന്റെ ഭക്തി അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. കോപത്തിൽ നിന്ന് ക്ഷമ തേടുക എന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഈ താപമുണ്ടായത് അത് ആത്മാവിന്റെ തിളപ്പ് മൂലമാണ്. ഈ കോപം ഉണ്ടായതിന്റെ അർത്ഥം നിനക്ക് അള്ളാഹുവിനുമായി ബന്ധമില്ല എന്നാണ്. അള്ളാഹുവിന്റെ മുഖത്തെയല്ല നീ കണ്ടിരുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിയല്ല നീ ആഗ്രഹിച്ചിരുന്നത്. അതിനാലാണ് ചെറിയ കാര്യങ്ങളിൽ ചില ആളുകൾക്ക് കോപമുണ്ടാകുന്നത്. അള്ളാഹുവിനെ ഓർമ്മയുണ്ടെങ്കിൽ കോപമുണ്ടാകുന്നതല്ല. പറയുന്നു, ഒരുപാട് മരണങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നില്ലയോ, അതുവരെ അവൻ മുത്തക്കിയാകുന്നതല്ല. ദൃഷ്ടാന്തങ്ങളും ഇൽഹാമുകളും തഖ്വയുടെ ശാഖകളാണ്. കഴമ്പ് തഖ്വയാണ്. അതിനെ ഓർമ്മ വെക്കുക. പറയുന്നു, അതിനാൽ സ്വപ്ന ദർശനങ്ങളുടെയും ഇൽഹാമിന്റെ പുറകെയും പോകാതിരിക്കുക. ചിലർക്ക് ഇൽഹാം ഉണ്ടാകുന്നു, കശ്ഫ് ഉണ്ടാകുന്നു, സത്യസ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. തഖ്വയെ സ്വായത്തമാക്കുന്നതിനായി പിന്നാലെ കൂടുക. ആർക്കാണ് സത്യസ്വപ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് തിരിഞ്ഞു നടക്കാതെ തഖ്വയുണ്ടോ എന്ന് പരിശോധിക്കുക. മുത്തക്കിയാണെങ്കിൽ അവന്റെ ഇൽഹാമും ശരിയാകുന്നതാണ്. ഇനി തഖ്വയില്ലെങ്കിൽ ഒരു ഇൽഹാമിലും പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുന്നതല്ല. എത്ര തന്നെ ഇൽഹാം ഉണ്ടായാലും അവനിൽ തഖ്വയില്ലെങ്കിൽ ആളുകളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോപം കാണിക്കുന്നു. അവർ എത്ര തന്നെ സത്യസ്വപ്നം കേൾപ്പിച്ചാലും അത് സത്യമായിരിക്കുകയില്ല. പറയുന്നു, അതിൽ പിശാചിന് പങ്കു ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും വെളിപാടുണ്ടാകുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കരുത്. മറിച്ച് അയാളുടെ വെളിപാടിനെ അയാളുടെ തഖ്വ കൊണ്ട് അളക്കുക, നിഗമനത്തിലെത്തുക. ഒരു വശവും നോക്കാതെ കണ്ണടച്ചുകൊണ്ട് ആദ്യം തഖ്വയുടെ മാർഗങ്ങൾ മറികടക്കുക. പ്രവാചകന്മാരുടെ പ്രത്യേകത നിലനിർത്തുക. അവതരിച്ച എല്ലാ പ്രവാചകന്മാരുടെ ലക്ഷ്യം തഖ്വയുടെ മാർഗം പഠിപ്പിക്കുക എന്നതായിരുന്നു. ഇൻ ഔലിയാഉഹും ഇല്ലൽ മുത്തഖൂൻ. ഈ ആയത്തിന്റെ അർത്ഥം ഇതാണ്, അവന്റെ യഥാർത്ഥ വലി മുത്തക്കിയല്ലാതെ മറ്റാരുമല്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങൾ പഠിപ്പിക്കുന്നു. പരിപൂർണ നബി പരിപൂർണ സമുദായത്തെയാണ് ആവശ്യപ്പെടുന്നത്. നബിയുടെ പരിപൂർണത ഉമ്മത്തിന്റെ സമ്പൂർണതയാണ് ആവശ്യപ്പെടുന്നത്. ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖാതമുൻ നബിയീനായിരുന്നു. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നുബൂവത്തിന്റെ എല്ലാ സവിശേഷതകളും അവസാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം നുബൂവത്തിന്റെ സവിശേഷതകൾ അവസാനിച്ചതോടൊപ്പം ഖതമെ നുബൂവത്തും സംഭവിച്ചു. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ദൃഷ്ടാന്തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, ശക്തിപ്രഭാവം കാണാൻ സമ്മതമെങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ശക്തിപ്രഭാവം ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ ആണെന്നും അത് അംഗീകരിക്കുന്നവർ സ്വയം ആദ്യം തഖ്വയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ജീവിതത്തെയും പ്രത്യേകപ്പെടുത്തുക. പറയുന്നു, പരീക്ഷ എഴുതുന്നവർ കഠിന പരിശ്രമം നടത്തുന്നതാണ്. നോക്കുക, അവർ രോഗിയും ക്ഷീണിതരുമായി തീരുന്നു. പഠിച്ചു പഠിച്ച് അവർ ബലഹീനരാകുന്നു, രോഗി പോലെയായിത്തീരുന്നു. തഖ്വയാകുന്ന പരീക്ഷയിൽ വിജയിക്കുവാൻ എല്ലാവിധ പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറാകുക. തഖ്വയും ഒരു പരീക്ഷയാണ്. അതിനുവേണ്ടിയും കഠിന ശ്രമം നടത്തേണ്ടി വരുന്നു. മനുഷ്യൻ ഈ മാർഗത്തിൽ എപ്പോഴാണ് കാൽവെക്കുന്നത്, ഉടൻ ഷെയ്ത്താൻ വലിയ വലിയ ആക്രമണങ്ങൾ നടത്തുന്നതാണ്. എന്നാൽ ഒരു സ്ഥാനത്ത് എത്തിയാൽ ഷെയ്ത്താൻ പിന്മാറുന്നതാണ്. ആ അവസരത്തിലാണ് മനുഷ്യന്റെ പാപപങ്കുലമായ ജീവിതത്തിന് മരണം സംഭവിക്കുക. അള്ളാഹുവിന്റെ തണലിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യുന്നത്. അവർ ദൈവിക പ്രതിരൂപവും അള്ളാഹുവിന്റെ ഖലീഫയുമായി തീരുന്നത്. നമ്മുടെ അധ്യാപനങ്ങളുടെ ചുരുക്കം ഇതാണ്: മനുഷ്യൻ തന്റെ എല്ലാ ശക്തിയും അള്ളാഹുവിലേക്ക് തിരിക്കുക. തഖ്വയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് നമ്മെ അവിടുന്ന് ഉപദേശിക്കുന്നു. തഖ്വയ്ക്കുള്ള നിബന്ധന അവർ തങ്ങളുടെ ജീവിതം
ദാരിദ്ര്യത്തിലും ലാളിത്യത്തിലും കഴിച്ചുകൂട്ടുക എന്നതാണ്. ഇത് തഖ്വയുടെ ഒരു ഭാഗമാണ്. അത് മുഖേന നമുക്ക് അനാവശ്യ കോപത്തിനെതിരിൽ പൊരുതേണ്ടി വരും. കാരണമില്ലാതെ ഉണ്ടാകുന്ന നമ്മുടെ കോപം, അല്ലെങ്കിൽ കാരണമില്ലാതെ നമ്മുടെ മേൽ ഉണ്ടാകുന്ന കോപം, അതിനെ തഖ്വയിലൂടെ ഇല്ലാതാക്കേണ്ടതാണ്. വലിയ വലിയ പരിജ്ഞാനികളും സത്യസന്ധന്മാരും എത്തിച്ചേരുന്ന അവസാന സ്ഥാനം കോപത്തിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ്. ആരുടെയെങ്കിലും കോപം കാരണത്താൽ സ്വയം കോപത്തിന് അടിമപ്പെടാതിരിക്കുക. ആ പ്രവൃത്തി സ്വയം തന്നെ ചെയ്യാൻ തുടങ്ങരുത്. പറയുന്നു ഉജീബുൽ കൻസാർ, കോപത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. അഹങ്കാരവും പൊങ്ങച്ചവും ഇതും കോപം കാരണമാണ് ഉണ്ടാകുന്നത്. ഇത് സ്വയം ഉജീബുൽ കൻസ അതിന് കാരണമായി തീരുന്നു. അഹങ്കാരവും പൊങ്ങച്ചവും ഉണ്ടെങ്കിൽ മനുഷ്യന് കോപമുണ്ടാകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് പോലും കോപമുണ്ടാകുന്നു. കാരണം ഇതാണ്, അവൽ അഹങ്കാരമുണ്ട്. പറയുന്നു മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് ഉന്നതമാക്കി വെക്കുമ്പോഴാണ് കോപമുണ്ടാകുന്നത്. പറയുന്നു എന്റെ ജമാഅത്ത് അംഗങ്ങൾ പരസ്പരം ചെറുതും വലുതുമായി കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ പരസ്പരം പിറുപിറുക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ താഴ്ന്ന ദൃഷ്ടിയിൽ നോക്കുക, അല്ലെങ്കിൽ ആരെയെങ്കിലും ചെറുതായി കണക്കാക്കുക. അള്ളാഹുവാണ് വലിയവൻ ആരെന്നും ചെറിയവൻ ആരെന്നും അറിയുന്നത്. ഏതൊന്നിലാണ് അവജ്ഞയുള്ളത് അത് ഒരു തരത്തിലുള്ള അധിക്ഷേപമാണ്. ഈ അവജ്ഞയാകുന്ന വിത്ത് വളരുമോ എന്ന ഭയമുണ്ട്. അത് അവന്റെ നാശത്തിന് കാരണമായി തീരുന്നതാണ്. സ്വയം താൻ ഏതെങ്കിലും തരത്തിൽ വലിയ ആളാണെന്ന് വിചാരം വെച്ച് പുലർത്തുന്നവർ അത് മറ്റുള്ളവരെ അതുമൂലം പുച്ഛിക്കുന്നതാണ്. മറ്റുള്ളവരെ പുച്ഛത്തോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. അവജ്ഞയോടെ മറ്റുള്ളവരെ നോക്കുക എന്നത് നാശത്തിന് കാരണമായി തീരുന്നതാണ്. ചില ആളുകൾ വലിയവരോട് ഉന്നതമായ രീതിയിൽ പെരുമാറുന്നു. വലിയ ആളുകൾ, ധനികന്മാർ എന്നിവരോട് ഇവർ വളരെ ആദരവോടുകൂടി പെരുമാറുന്നു. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയവൻ പാവപ്പെട്ടവന്റെ വാക്കുകളെ വിനയത്തോടെ കേൾക്കുന്നവനാണ്. മിസ്കീന്റെയോ പാവപ്പെട്ടവന്റെയോ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ താഴ്മയോടെ കേൾക്കുക, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുക, അവരുടെ വാക്കുകൾക്ക് ആദരവ് നൽകുക. വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ നാവിലുണ്ടാവരുത്. അതുമൂലം വിഷമം ഉണ്ടാവുന്നതാണ്. അള്ളാഹു പറയുന്നു വലാ തനാവസു ബിൽ അൽഖാബ് ബഅദൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് പേര് വിളിക്കരുത്. ഈ ജോലി ഇത് പാവികളുടെയും അക്രമികളുടെയും ജോലിയാണ്. ആരാണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത്, അതിലൂടെ അവൻ കടന്നു പോകാതെ അവന് മരണം സംഭവിക്കുന്നതല്ല. സ്വന്തം സഹോദരങ്ങളെ നിസ്സാരരായി ഗണിക്കരുത്. ഒരു ഉറവയിൽ നിന്നാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നതെങ്കിൽ പിന്നെ ആരാണ് കൂടുതൽ കുടിക്കുന്നതെന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക? ബഹുമാന്യതയും ആദരവും ഭൗതിക അടിസ്ഥാനത്തിൽ ആർക്കും ലഭിക്കുന്നതല്ല. അള്ളാഹുവിന്റെ സമീപത്ത് മുത്തക്കിയാണ് വലിയവൻ. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാ അലീമുൻ ഖബീർ. തഖ്വയെ സംബന്ധിച്ച് കൂടുതലായി ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അതിന്റെ വിവിധ ഭാഗങ്ങളാണ് വിവരിക്കുന്നത്. അള്ളാഹു എത്ര അധികം ശക്തിയാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്, പ്രാപ്തിയാണ് നൽകിയിരിക്കുന്നത്. അത് നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയല്ല നൽകിയിരിക്കുന്നത്. അതിനെ വേണ്ട വിധം ആവശ്യാനുസരണം ഉപയോഗിക്കുക എന്നതാണ് അതിന്റെ അഭ്യുന്നതി. അതിനെ നീതിയോടും അനുവദനീയമായ സ്ഥലത്ത് ഉപയോഗിക്കുക. ഇതിലാണ് അതിന്റെ ശരിയായ ഉപയോഗമുണ്ടാവുന്നതും അതിന് പുരോഗതി ലഭിക്കുകയും ചെയ്യുന്നത്. അത് നല്ലതായിത്തീരുന്നതും അതിന് വളർച്ച ഉണ്ടാവുന്നതും ഇതുമൂലമാണ്. കഴിവുകൾ ഉണ്ടാവുന്നു, കൂടുതലായി അതിൽ നന്മ പ്രക്ഷോഭിതമായി തീരുന്നു പറയുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം കണ്ണ് ചൂഴ്ന്നെടുക്കുവാനുള്ള അധ്യാപനം നൽകാതിരുന്നത്. മറിച്ച് അതിന്റെ അനുവദനീയമായ നിലയിലുള്ള ഉപയോഗത്തെ ആത്മീയ പരിശുദ്ധിയായി കണക്കാക്കിയിരിക്കുന്നു. ശാരീരിക ശക്തി കണ്ണ് ഇത് തിന്മ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല നൽകിയിരിക്കുന്നത്. കണ്ണുകൊണ്ട് തിന്മകൾ ചെയ്യാൻ പറഞ്ഞില്ല. എല്ലാ ശക്തികളും നൽകി. എന്നാൽ പറയുന്നു അതിനെ ശരിയായ നിലയിൽ ഉപയോഗിക്കുക. അതുമൂലം ആത്മീയ പരിശുദ്ധി കൈവരിക്കുന്നതാണ്. ഏതുപോലെ പറയുന്നു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അതുപോലെ മുത്തക്കിയുടെ ജീവിതം വരച്ചു കാണിച്ചുകൊണ്ട് ഇവിടെയും പറയുന്നു. അവസാനം പരിണിത ഫലം എന്ന നിലയിൽ പറയുന്നു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതിനെയാണ് വിശദീകരിക്കുകയാണ്. തഖ്വയിൽ പാദമൂന്നിയവർ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു. നമസ്കാരത്തിൽ പതർച്ച ഉണ്ടാവുന്നു, പിന്നെ അതിനെ നിലനിർത്തുന്നു.
ആളുകൾ നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുന്നില്ല എന്ന് പറയുന്നു. ഒരുപാട് പേർക്ക് ഈ അവസ്ഥ ഉണ്ടാവുന്നു. നമസ്കാരത്തിൽ പതർച്ച ഉണ്ടാവുന്നു. അതിനെ പിന്നെ നിലനിർത്തുന്നു. അള്ളാഹു നൽകിയതിൽ നിന്ന് നൽകുന്നു. നഫ്സിന്റെ അപകടാവസ്ഥയെ കണക്കിലെടുത്ത് ചിന്തയും ഗ്രാഹ്യവുമില്ലാതെ കഴിഞ്ഞു കിടന്നതും നിലവിലുള്ളതുമായ ദൈവീയ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു. അവസാനം ദൃഢജ്ഞാനത്തിൽ അവർ എത്തിച്ചേരുന്നു. ആദ്യം മറിഞ്ഞിരിക്കുന്ന വിശ്വാസമായിരുന്നു, പിന്നീട് ആ മറിഞ്ഞിരിക്കുന്ന വിശ്വാസം ദൃഢജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു. ഇവർക്കാണ് നേരായ മാർഗം ലഭിച്ചിട്ടുള്ളത്. ഇവർക്ക് നൽകുന്ന മാർഗം നേരെ മുന്നോട്ട് പോകുന്നതാണ്. അതായത് തുടർച്ചയായി പരിശ്രമിക്കുന്നവർ, അവർ ആ മാർഗത്തിലൂടെ നടന്ന് ഹിദായത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിലൂടെ മനുഷ്യൻ ഫലാഹ് വരെ എത്തിച്ചേരുന്നു. ഇവരാണ് വിജയിച്ചവർ. ഇവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നവരാണ്. എല്ലാവിധ അപകട അവസ്ഥകളിൽ നിന്നും മോചനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ആരംഭത്തിൽ തന്നെ നമുക്ക് അള്ളാഹു തഖ്വയുടെ അധ്യാപനം നൽകിക്കൊണ്ട് തഖ്വയുടെ മാർഗങ്ങൾ വിവരിച്ച ഒരു ഗ്രന്ഥം നമുക്ക് നൽകി. അതിനാൽ നമ്മുടെ ജമാഅത്ത് ഇതെല്ലാം വിവരിച്ചതിന് ശേഷമാണ് അവിടുന്ന് പറയുന്നത്, അതിനാൽ നമ്മുടെ ജമാഅത്തിന്റെ വേദന ലോകത്തിലെ എല്ലാവിധ വേദനകളെക്കാളും ഉപരിയായിക്കൊണ്ട് തന്റെ ഉള്ളിൽ തഖ്വയുണ്ടോ അതോ ഇല്ലയോ എന്നതിലായിരിക്കണം. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഈ ലോകത്ത് വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകരുടെ ഹൃദയത്തെ വിജയിച്ചടക്കണമെന്ന് ഉണ്ടെങ്കിൽ പരിശുദ്ധി കൈവരിക്കുക, ബുദ്ധി ഉപയോഗിക്കുക, ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, തങ്ങളുടെ ഭാഗങ്ങളെ ശരിപ്പെടുത്തുക, മറ്റുള്ളവരുടെ മുന്നിൽ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ മാതൃക കാണിക്കുക. അപ്പോഴാണ് വിജയം ലഭിക്കുക. ഒരു ഫാർസി കവിത പറഞ്ഞുകൊണ്ട് പറയുന്നു, ആരോ എത്ര ഭംഗിയായി വിവരിക്കുന്നു, സകുൻ സദിൽ മറു ആയത് നഷീനത്ത് ലാജുറും ബദിൽ. ഏതൊരു കാര്യമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അത് ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടുന്നതാണ്, പ്രഭാവം ചെലുത്തുന്നതാണ്. ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. അത് മറ്റുള്ളവർക്കും വിജയം ലഭിക്കുന്നതിന് കാരണമായി തീരണം. അതാണ് പിന്നീട് തന്റെ വിജയത്തിന് ഹേതുവായി മാറുന്നത്. പറയുന്നു, ആദ്യം ഹൃദയമുണ്ടാക്കുക. ഹൃദയത്തിൽ പ്രഭാവം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രവർത്തന ശക്തി ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്വാധീനിക്കണമെങ്കിൽ ആദ്യം കർമ്മശക്തി തന്റെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കുക. തന്റെ ഹൃദയത്തെ ആദ്യം അതിന് പ്രാപ്തമാക്കുക. എല്ലാ നന്മകളും അതിലുണ്ടാക്കിയെടുക്കുക, പിന്നീട് അതിൽ പ്രവർത്തിക്കുക. കാരണം പ്രവൃത്തിയല്ലാതെ വാചക പ്രയോഗം കൊണ്ട് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതല്ല. നാവ് കൊണ്ട് വീരവാദം മുഴക്കുന്നവർ ലക്ഷക്കണക്കിനുണ്ട്. മൗലവിമാരും ഉലമാക്കളും എന്ന് പറയുന്ന ഒരുപാട് പേർ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂലിന്റെ പ്രതിനിധിയെന്നും പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണെന്നും പറഞ്ഞ് ഒച്ച വെച്ച് ചുറ്റി നടക്കുന്നു. അവർ പറയുന്നു, അഹങ്കാരം, പൊങ്ങച്ചം, ദുഷ്ചെയ്തി എന്നിവയിൽ നിന്ന് രക്ഷ നേടുക എന്ന് പറയുന്നു. എന്നാൽ അവരുടെ സ്വന്തം പ്രവർത്തികൾ, അവരുടെ ചെയ്തികൾ, ഈ വാക്കുകൾ തങ്ങളുടെ മനസ്സിൽ എത്രമാത്രമാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് അതിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ആദ്യം സ്വയം നന്നാകുക എന്നതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തന ശേഷി വെക്കുകയും പറയുന്നതിന് മുമ്പ് സ്വയം പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെ വിശുദ്ധ ഖുർആൻ ലിമാ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് പറയേണ്ടതിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? ഒരു ആയത്ത് സ്വയം പറയുന്നത് ലോകത്ത് സ്വയം പറയുകയും പ്രവർത്തിക്കാതിരിക്കുന്നവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്, ഇനി ഉണ്ടാവുമെന്നാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പന അനുസരിക്കണമെങ്കിൽ ഈ ഭാഗത്തിലേക്കും ശ്രദ്ധ നൽകേണ്ടതാണ്. ഈ നിർദ്ദേശത്തെ പ്രധാനമായും ഞാൻ സ്വയം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ്. ഇത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഈ അടിസ്ഥാന ഉപദേശം പ്രധാനമായും ഭാരവാഹികൾ ഓർമ്മ വയ്ക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്ന് പരിശുദ്ധ മാറ്റത്തെ പ്രതീക്ഷിക്കുന്നു, അവരെ ഉപദേശിക്കുന്നു. എന്നാൽ ഇത്തരം അവസ്ഥ തന്നിലുണ്ടായി കഴിഞ്ഞാൽ അതിന് പിന്നീട് എതിര് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെയും അവന്റെ റസൂലിന്റെ കൽപ്പനകളെയും പിന്നീട് അവർ രണ്ടാം സ്ഥാനം നൽകുന്നു. അങ്ങനെയുള്ള വിവിധ സംഭവങ്ങൾ മുന്നിൽ വരുന്നു. പിന്നീട് കൂടുതലായി പ്രവൃത്തിയും ഉണ്ടാകുന്ന വൈരുദ്ധ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുക, നല്ലതുപോലെ ഓർമ്മ വെക്കുക. മനുഷ്യന്റെ സംസാരം സത്യമായ ഹൃദയത്തോടെ അല്ല എങ്കിൽ
അതിൽ കർമ്മശക്തി ഉണ്ടാവുന്നില്ല എങ്കിൽ അത് സ്വാധീനം ചെലുത്തുന്നതല്ല. ഇതിലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വലിയ സത്യസാക്ഷ്യം വ്യക്തമാകുന്നത്. കാരണം ഏതൊരു വിജയമാണ്, ഹൃദയ സ്വാധീനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചത്. ഇതിന് യാതൊരു പ്രതിയോഗിയെയും നമുക്ക് മനുഷ്യ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതല്ല. ഇത് എല്ലാം സംഭവിച്ചത് അവിടുന്ന് വാക്കും പ്രവൃത്തിയും പരിപൂർണമായും സാമ്യത പുലർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് നമുക്കുള്ള കൽപ്പന. നബി തിരുമേനിയുടെ തിരുചര്യയെ നാം പിൻപറ്റുക. മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ജമാഅത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾക്കും മാതാപിതാക്കൾക്കും ഇത് നിർബന്ധമാണ്. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്ന യുവാക്കൾക്കും ഇത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അവിടുന്ന് പറയുന്നു, ഈ കാലഘട്ടത്തിലെ വിദ്യാസമ്പന്നരായ ആളുകളിൽ ഒരു വലിയ ആപത്ത് അവസാനം ആപതിക്കുന്നു. അവർക്ക് ദീനി അറിവിൽ വ്യക്തമായ ധാരണ ലഭിക്കുന്നില്ല. അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല. ഇതിലേക്ക് ശരിയായ ശ്രദ്ധ ഉണ്ടാവുന്നില്ല. പിന്നെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെയോ ഫിലോസഫറിന്റെയോ ആക്ഷേപം വായിക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയവും ആശങ്കയും ഹൃദയത്തിലുണ്ടാവാൻ തുടങ്ങുന്നു. വല്ല ഫിലോസഫറിന്റെയോ ശാസ്ത്രജ്ഞന്റെയോ ആരോപണം വായിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചോ ദീനിനെ സംബന്ധിച്ചോ ഉള്ളതായിരുന്നാൽ ഹൃദയത്തിൽ സംശയവും പിരിമുറുക്കവും ഉണ്ടാകുന്നു. അങ്ങനെ പിന്നീട് അവർ ക്രിസ്ത്യാനിയായി തീരുകയോ നിരീശ്വരവാദിയായി തീരുകയോ ചെയ്യുന്നു. പറയുന്നു, ഈ അവസ്ഥയിൽ അവരുടെ മാതാപിതാക്കളും അവരിൽ വലിയ അക്രമമാണ് ചെയ്യുന്നത്. ദീനി അറിവ് അഭ്യസിക്കുന്നതിനായി അല്പം പോലും സമയം അവർക്ക് നൽകുന്നില്ല. തുടക്കത്തിൽ തന്നെ പരീക്ഷണത്തിലും ഊരാകുരുക്കിലും അവരെ തള്ളിയിടുന്നു. അങ്ങനെ അവരെ പരിശുദ്ധ ദീനിൽ നിന്ന് അകറ്റപ്പെടുത്തുന്നു. മാതാപിതാക്കൾക്ക് കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് യുവാക്കൾക്ക് സ്വന്തമായ അറിവ് കരസ്ഥമാക്കുന്നതിനായി ദീനി വിജ്ഞാനം നേടുന്നതിനുമായി പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അഹമ്മദിയ ജമാഅത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനും അതിന്റെ തഫ്സീറും സംബന്ധിച്ചുള്ള നിരവധി ലേഖനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത് വായിക്കുകയാണെങ്കിൽ എല്ലാവിധ ആരോപണങ്ങളും സംശയങ്ങളും വളരെ പെട്ടെന്ന് അകലുന്നതാണ്. പരസ്പര സ്നേഹവും സാഹോദര്യം എന്നിവയെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, ജമാഅത്തിന്റെ പരസ്പര സ്നേഹവും ഒരുമയെ സംബന്ധിച്ച് മുമ്പ് ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ പരസ്പരം ഐക്യപ്പെടുക, ഒരുമിച്ച് ചേരുക. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഈ അധ്യാപനമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഒരു വ്യക്തിയായി മാറുക, അല്ലെങ്കിൽ താറുമാറാകുന്നതാണ്. നമസ്കാരത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുവാനുള്ള കൽപ്പന ഇതുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. പരസ്പരം ഐക്യമുണ്ടാക്കുക മിന്നലിന്റെ ശക്തി പോലെ പരസ്പരം വ്യാപിക്കുന്നതാണ്. ഭിന്നതയാണ്, ഐക്യമില്ല എങ്കിൽ നിർഭാഗ്യരായിത്തീരുന്നതാണ്. പരസ്പരം ഭിന്നതയാണെങ്കിൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല. അതിനാൽ ഭിന്നതയെ ഇല്ലാതാക്കുക, ഐക്യം കൂട്ടിയുറപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മറ്റുള്ളവർക്കായി അജ്ഞാതമായി ദുആ ചെയ്യുക. സ്നേഹം ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ശരി, പരസ്പരം അറിയാതെ തന്നെ മറ്റുള്ളവർക്കായി ദുആ ചെയ്യുക. ഒരാൾ അജ്ഞതയിൽ ദുആ ചെയ്യുകയാണെങ്കിൽ മലക്കുകൾ പറയും, നിനക്കും അത് തന്നെ ലഭിക്കട്ടെ. മറ്റുള്ളവർക്കറിയില്ല ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്ന്. എന്നാൽ ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. എത്രമാത്രം ഉന്നതമായ കാര്യമാണ്. ഇനി മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ മലക്കുകളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ഞാൻ നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പരസ്പരം ഭിന്നത ഉണ്ടാക്കരുത്. ഞാൻ 2 കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ തൗഹീദ് കരസ്ഥമാക്കുക. 2, പരസ്പരം സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുക. മറ്റുള്ളവർക്ക് അത്ഭുതമുണ്ടാകുന്ന തരത്തിൽ മാതൃക കാണിക്കുക. ഈ കാര്യമാണ് സഹാബത്തിൽ ഉണ്ടായിരുന്നത്. കുന്തും ആദാവും അല്ലഫ ബൈന കുലൂബിക്കും. ഓർക്കുക, തഅലീഫ് അന്തസ്സാണ്. ഓർക്കുക, നിങ്ങൾ ഓരോരുത്തരും തങ്ങൾക്കായി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാത്തത് വരെ എന്റെ ജമാഅത്തിൽ ഉൾപ്പെടുകയില്ല. കൂടാതെ പറയുന്നു, അവർ പ്രയാസത്തിലും പരീക്ഷണത്തിലുമാണ് എപ്പോഴും ഉണ്ടാകുക. പിന്നീട് അവിടുന്ന് പറയുന്നു, എന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു സാലിഹായ ജമാഅത്ത് ഉണ്ടാവുന്നതാണ്. പരസ്പര വിദ്വേഷത്തിന് കാരണം എന്താണ്? അസൂയയാണ്, ധിക്കാരമാണ്, അഹംഭാവമാണ്, മനോവികാരമാണ്. പറയുന്നു, അങ്ങനെയുള്ള എല്ലാവരും വളരെ വേദനയോടെയാണ് അവിടുന്ന് പറയുന്നത്, അസൂയയും ധിക്കാരവും അഹംഭാവവും വികാരത്തെ അടക്കി നിർത്താനുള്ള കഴിവില്ലാത്ത എല്ലാവരും ജമാഅത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. പരസ്പര സ്നേഹ സാഹോദര്യത്തിൽ കഴിയാത്തവരെയും വികാരത്തെ നിയന്ത്രിക്കാത്തവരെയും അങ്ങനെയുള്ളവർ ഓർക്കുക, നിങ്ങൾ കുറച്ചു ദിവസത്തെ അതിഥികൾ മാത്രമാണ്.
ഏതുവരെ ഉന്നത ധാർമ്മിക ഗുണം പ്രദർശിപ്പിക്കുന്നില്ലയോ, ഞാൻ ആരുടെ മേലും ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടിയല്ല ഇത് പറയുന്നത്. ആരാണ് എന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിരിക്കുന്നത്, അവർ ഉണങ്ങിയ ശാഖകളാണ്. അതിനെ തോട്ടക്കാരൻ മുറുക്കിയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഉണങ്ങിയ ശാഖ മറ്റു പച്ചവെള്ളപ്പുള്ള ശാഖകളോടൊപ്പം ഇരുന്ന് വെള്ളം വലിച്ചെടുക്കും, എന്നാൽ അതിന് പച്ചപ്പ് നൽകുന്നതല്ല, അത് മറ്റു ശാഖകളെ നശിപ്പിക്കുന്നതാണ്. ഭയപ്പെടുക, ആരാണ് സ്വയം ചികിത്സിക്കാത്തത്, അവർ എന്നോടൊപ്പം ചേരുകയില്ല. ഇത് സംബന്ധമായി അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്താലും ശരി, ബലഹീനരായവർ അവർ അനുഗ്രഹങ്ങളിൽ നിന്നും വിഹിതം കരസ്ഥമാക്കുകയില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം തന്റെ ജമാഅത്തിന് വേണ്ടി ചെയ്ത ദുആകൾക്കും അവകാശികളായിത്തീരുന്നതല്ല. അതിനാൽ ഇത് സംബന്ധിച്ച് ഓരോരുത്തരും സ്വയം ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വജാഹിദുലില്ലദീന തബഊക ഫൗകല്ലദീന കഫറു ഇല്ലാ യൗമൽ ഖിയാമ. ഈ തൃപ്തികരമായ വാഗ്ദാനം നസാറാത്തിൽ ജനിച്ച ഇബ്നു മറിയമിനാണ് നൽകിയത്. അതായത്, ആരാണ് നിന്നെ പിൻപറ്റിയത്, അവർക്ക് നിന്നെ നിരാകരിക്കുന്നവരുടെ മേൽ ഖിയാമത്ത് നാൾ വരേക്കും ആധിപത്യം നൽകുന്നതാണ്. പറയുന്നു, വാഗ്ദാനം തീർച്ചയായും ഇബ്നു മറിയമിനോടായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയാണ്. യൂസുഫ് മസീഹ് എന്ന പേരിൽ വന്ന ഇബ്നു മറിയമിനെയും അല്ലാഹു തആല ഈ വാക്കുകളിൽ അഭിമുഖീകരിച്ചുകൊണ്ട് വാഗ്ദാനം നൽകിയിരിക്കുന്നു. പറയുന്നു, ഇനി നിങ്ങൾ ചിന്തിക്കൂ, എന്നോട് ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് ഈ മഹത്തരമായ പ്രവചനത്തിനും വാഗ്ദാനത്തിനും ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മാറയുടെ അവസ്ഥയിൽ കിടക്കുന്ന ദുഷ്ചെയ്തികളിലും ദുഷ്പ്രവർത്തികളുടെയും മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഇതിൽ ഉൾപ്പെടുകയില്ല, ഒരിക്കലുമില്ല. അമ്മാറയുടെ അവസ്ഥയിൽ കിടക്കുന്ന ദുഷ്ചെയ്തികളിലും ദുഷ്പ്രവർത്തികളുടെയും മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഇതിൽ ഉൾപ്പെടുമോ? ഒരിക്കലും തന്നെയില്ല. അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ സത്യസന്ധമായി വിലമതിക്കുന്നവർ, എന്റെ വാക്കുകളെ കഥകളായി മനസ്സിലാക്കാത്തവർ, ഒന്ന് ഓർമ്മ വെക്കുക, ഹൃദയം കൊണ്ട് കേൾക്കുക. ഞാൻ വീണ്ടും ഒരു തവണ കൂടി നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനുമായി ബന്ധം വെച്ച് പുലർത്തുന്നവർ, ആ ബന്ധം ഒരു സാധാരണ ബന്ധമല്ല, മറിച്ച് അത്യുന്നതമായ ബന്ധമാണ്. ആ ബന്ധം എന്റെ വ്യക്തിത്വത്തിൽ മാത്രമല്ല, പരിപൂർണ മനുഷ്യനുമായി എന്നെ ബന്ധിപ്പിച്ച ആ ബന്ധം വരെ എത്തിക്കുന്നതാണ്. അത് ലോകത്ത് സത്യസാക്ഷ്യവും ധാർമ്മികതയുമായ ആത്മാവെ കൊണ്ടുവന്നു. ഈ വാക്കുകളുടെ സ്വാധീനം എന്റെ വ്യക്തിത്വത്തിൽ മാത്രമാണ് പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിൽ എനിക്കതിനെക്കുറിച്ച് യാതൊരു ഭയമോ പ്രയാസമോ ഉണ്ടാകുമായിരുന്നില്ല, അതിനെ സംബന്ധിച്ച് ആവലാതിയും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അത് ഇതിൽ പരിമിതമല്ല. ഇതിന്റെ സ്വാധീനം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ അള്ളാഹുവിന്റെ വ്യക്തിത്വത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിനാൽ ഈ സാഹചര്യത്തിലും അവസ്ഥയിലും നിങ്ങൾ വളരെ ശ്രദ്ധ നൽകിക്കൊണ്ട് കേൾക്കുക. ഈ വാഗ്ദാനത്തിൽ നിന്ന് പങ്കുപറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അവകാശിയായി തീരണമെന്ന അഭിലാഷമുണ്ടെങ്കിൽ, എതിരാളികളുടെ മേൽ ആധിപത്യം ഖിയാമത്ത് വരെ ലഭിക്കുക എന്ന വലിയ വലിയ വിജയത്തിനായി സത്യസന്ധമായ തുടുപ്പ് നിങ്ങളുണ്ടെങ്കിൽ, ഞാൻ ഇത്രമാത്രം പറയുകയാണ്, നിങ്ങൾ ലവാമയുടെ സ്ഥാനത്തെ മറികടന്ന് മുത്തമഇന്നയുടെ മിനാരം വരെ എത്താത്തതുവരെ ഈ വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഇതിനേക്കാൾ കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവനിയുക്തനുമായിട്ടാണ് നിങ്ങൾ സ്വയം ബന്ധിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഹൃദയത്തിന്റെ ശ്രവണശക്തി കൊണ്ട് കേൾക്കുക, അതിൽ പ്രവർത്തിക്കുന്നതിനായി പരിപൂർണമായി തയ്യാറാകുക. വിശ്വസിച്ചതിനു ശേഷം നിഷേധത്തിന്റെ ഗർത്തത്തിൽ വീണ് കഠിന ശിക്ഷ വിലക്ക് വാങ്ങിയവരുടെ ഗണത്തിൽ ഉൾപ്പെടാതിരിക്കുക. പിന്നീട് ദുആ സ്വീകാര്യതയുടെ നിബന്ധനയെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്നു, ഈ കാര്യവും ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കേണ്ടതും ഹൃദയം കൊണ്ട് കേൾക്കേണ്ടതുമാണ്. ദുആ സ്വീകാര്യതയ്ക്കും ചില നിബന്ധനകളുണ്ട്. അതിൽ ചിലത് ദുആ ചെയ്യുന്ന ആളെ സംബന്ധിക്കുന്നതാണ്, മറ്റു ചിലത് ദുആ ചെയ്യാൻ പറയുന്ന ആളെ സംബന്ധിക്കുന്നതാണ്. ദുആ ചെയ്യിപ്പിക്കുന്ന ആളിന് നിർബന്ധമാണ് അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയും മുന്നിൽ വെക്കുക. അവന്റെ പ്രതാപത്തെക്കുറിച്ച് എപ്പോഴും ഭയന്നുകൊണ്ടേയിരിക്കുക. രഞ്ജിപ്പും ദൈവ ആരാധനയും തന്റെ അലങ്കാരമാക്കി വെക്കുക. തഖ്വയിലൂടെയും ഭയഭക്തിയിലൂടെയും അള്ളാഹുവിന്റെ പ്രീതിയെ തേടുക. ആ സന്ദർഭത്തിൽ ദുആക്കായി സ്വീകാര്യതയുടെ വാതിൽ തുറക്കപ്പെടുന്നതാണ്. ഇനി അള്ളാഹുവിനെ നീരസപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെ വക്രതയും യുദ്ധവുമാണ് നിലവിൽ വരിക. അവന്റെ അതിക്രമവും ദുഷ്ചെയ്തികളും ദുആയുടെ മാർഗത്തിൽ വിലക്കായി തീരുന്നതാണ്, തടസ്സമായി മാറുന്നതാണ്. സ്വീകാര്യതയുടെ വാതിൽ അവന്റെ മേൽ അടക്കപ്പെടുന്നതാണ്. അതിനാൽ നമ്മുടെ സ്നേഹിതന്മാർക്ക് നിർബന്ധമാണ്, അവർ എന്റെ ദുആകൾ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയുണ്ടാക്കരുത്. അതിന്റെ മാർഗത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കരുത്. അവരുടെ തെറ്റായ പ്രവൃത്തികളിലൂടെ അതിന് തടസ്സമുണ്ടാവുന്നതാണ്. പറയുന്നു, തഖ്വയുടെ മാർഗം സ്വായത്തമാക്കുക. തഖ്വയാണ് ശരീഅത്തിന്റെ സംഗ്രഹം എന്ന് പറയാൻ സാധിക്കുക.
ശരീഅത്തിനെ ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ശരീഅത്തിന്റെ കഴമ്പ് അത് തഖ്വയാണ്. തഖ്വയുടെ സ്ഥാനവും പദവിയും ഒരുപാടാണ്. എന്നാൽ സത്യസന്ധമായ അന്വേഷിയായിക്കൊണ്ട് പ്രാരംഭ സ്ഥാനത്തെയും പദവിയെയും നിരന്തരമായി ആത്മാർത്ഥതയോടെയും കൂടി മറികടന്നാൽ ആ വിനയവും ആ സത്യസന്ധതയും കാരണം ഉന്നത പദവികൾ അവൻ നേടിയെടുക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തക്കിയുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അവന്റെ വാഗ്ദാനമാണ്. അവന്റെ വാഗ്ദാനത്തിൽ ലംഘനമുണ്ടാവുന്നതല്ല. അവൻ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. ഏതുപോലെ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, ദുആ സ്വീകാര്യതയ്ക്ക് വേണ്ടിയുള്ള അതിപ്രധാനമായ നിബന്ധന തഖ്വയുടെ നിബന്ധനയാണ്. ഒരു മനുഷ്യൻ അശ്രദ്ധനും വഴികേടിലുമായിരിക്കെ ദുആകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയും മൂഢനുമല്ലാതെ മറ്റാരാണ്? അതിനാൽ നമ്മുടെ ജമാഅത്തിന് ഏതൊരുവരെ സാധിക്കുമോ ഓരോരുത്തരും തഖ്വയിൽ പാദമൂന്നുക എന്നത് നിർബന്ധമാണ്. അങ്ങനെ ദുആ സ്വീകാര്യതയുടെ ആനന്ദവും അനുഭൂതിയും കരസ്ഥമാകുന്നതാണ്. ഈമാനിക വർധനവിൽ പങ്കാളികളാകുകയും ചെയ്യുന്നതാണ്. പറയുക, ബയ്യത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു സന്തോഷിക്കുമെന്ന് ധരിച്ചു വെക്കരുത്. അത് വെറും പുറന്തോടാണ്. കഴമ്പ് അതിനുള്ളിലാണുള്ളത്. പ്രകൃതി നിയമം എന്നത് ഒന്ന് പുറന്തോടാണെങ്കിൽ അതിനകത്ത് അതിന്റെ കഴമ്പുണ്ടായിരിക്കും. പുറന്തോട് ഉപയോഗശൂന്യമാണ്. കഴമ്പാണ് ഉപയോഗിക്കപ്പെടുന്നത്. ചിലതിൽ കഴമ്പുണ്ടായിരിക്കുന്നതല്ല. കോഴിയുടെ കാലിമുട്ട പോലെ അതിൽ വെള്ളക്കുരുവോ മഞ്ഞക്കുരുവോ ഉണ്ടായിരിക്കുന്നതല്ല. അത് ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അവശിഷ്ടം കണക്കെ എറിഞ്ഞു കളയുന്നതാണ്. എന്നാൽ 1-2 നിമിഷത്തേക്ക് കുട്ടികളുടെ കളിപ്പാട്ടമാകുന്നതാണ്. അതുപോലെ ബയ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദമുന്നയിക്കുന്ന വ്യക്തി ഇത് രണ്ടിന്റെയും കഴമ്പ് തന്റെ ഉള്ളിൽ വെക്കുന്നില്ല എങ്കിൽ അവർ ഭയപ്പെടേണ്ടതാണ്. ഒരു സമയം വരുന്നതാണ് കാലി മുട്ട പോലെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിൽ വലിച്ചെറിയുന്നതാണ്. പറയുന്നു, ബയ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദമുന്നയിക്കുന്നവർ അവർ തൂക്കി നോക്കേണ്ടതാണ്. ഞാൻ പുറന്തോട് മാത്രമാണോ അതോ കഴമ്പുണ്ടോ? ഏതുവരെ കഴമ്പുണ്ടാകുന്നില്ലയോ അതുവരെ വിശ്വാസം, സ്നേഹം, അനുസരണം, ബയ്യത്ത്, ബന്ധം, ശിഷ്യത്വം എന്നിവയുടെ ഇസ്ലാമിക വാദം സത്യമായ വാദമായിരിക്കില്ല. ഓർക്കുക, അള്ളാഹുവിന്റെ സമീപത്ത് കഴമ്പല്ലാത്ത പുറന്തോടിന് യാതൊരു മൂല്യവുമില്ല എന്ന സത്യം മനസ്സിലാക്കുക. ഓർക്കുക, മരണം എപ്പോഴാണ് ഉണ്ടാകുക എന്നറിയില്ല. എന്നാൽ മരണം ഉണ്ടാകുക എന്നത് തീർപ്പ് കൽപ്പിച്ച കാര്യമാണ്. ഒരിക്കലും തന്റെ വാദത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. അതിൽ സന്തുഷ്ടരാകരുത്. അത് ഒരിക്കലും പ്രയോജനദായകമായിരിക്കുകയില്ല. ഏതുവരെ മനുഷ്യൻ തന്നിൽ ഒരുപാട് മരണം വരിക്കുന്നില്ലയോ, ഒരുപാട് മാറ്റത്തിരുത്തലിനും വിപ്ലവത്തിനും ശേഷം മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ കഴമ്പ് കരസ്ഥമാകുന്ന അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് പ്രതീക്ഷയ്ക്ക് അനുഗുണമാക്കി വെക്കുന്നവരാക്കി തീർക്കട്ടെ. നമ്മുടെ പാദം എപ്പോഴും നന്മയിലേക്ക് കുതിക്കുന്നതായി തീരട്ടെ. നാം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദുആകളെ നഷ്ടപ്പെടുത്തുന്നവരാകാതിരിക്കട്ടെ. മറിച്ച് അവിടുന്ന് തന്റെ ജമാഅത്തിന് വേണ്ടി ചെയ്ത ദുആകൾക്ക് എപ്പോഴും അവകാശികളായി തീരട്ടെ. ഈ ദുആയോടൊപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നവവത്സരാശംസകൾ നേരുകയാണ്. അള്ളാഹു ഈ വർഷം നമുക്കായി വ്യക്തിപരമായും ജമാഅത്ത് പരമായും അളവറ്റ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
اذكروا الله يذكركم وادعوه يستجب لكم